ഹായ് ഹലോ, അൻവി ദ ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോവാം. യാത്രാസ്ഥലം എടത്വ പള്ളിയാണ്. ഞാൻ പോയ സമയവും അതേപോലെ തന്നെ പള്ളിയുടെ കുറച്ച് ചരിത്രവും അതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. രാവിലെ 4 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ട്രെയിനിലായിരുന്നു പോയത്. 5:20 നമ്മൾ ട്രെയിൻ വന്നത്. ട്രെയിനിൻ്റെ പേര് വേണാട് എക്സ്പ്രസ് എന്നായിരുന്നു. 5:20 നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 7:50 ആകുമ്പോൾ നമ്മുടെ തിരുവല്ലയിലെത്തും. കറക്റ്റ് സമയത്ത് ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങൾ എടത്വയിലോട്ട് ബസ്സിലാണ് പോയത്. അവിടെ നിന്ന് ഒരു 25 രൂപ പോയിൻ്റ് ഉണ്ട്. പള്ളിയുടെ നേരെ ഫ്രണ്ടിലല്ല ഇവിടെ വണ്ടി നിർത്തുന്നത്. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ ചെല്ലുമ്പം തന്നെ പുണ്യാളൻ്റെ നല്ലൊരു രൂപക്കൂടും പേരൊക്കെ എഴുതിയ നല്ലൊരു ആംബിയൻസുമാണ് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ കാണുന്നത്. പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റുപാടും വർണ്ണക്കടലാസ് കൊണ്ട് നിറച്ചിരുന്നു. പിന്നെ കുറേ കടകളും ഉണ്ട്. അതൊക്കെ അവിടെ തന്നെ ഉള്ള കടകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദൂരം നടന്നു. ഇതേപോലൊരു ബോർഡുണ്ട്. 2 വഴിയുണ്ട് പോകാനായിട്ട്. ഞാൻ ഈ ഒരു ബോർഡുള്ള ആ വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നേരെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ പള്ളി, കുരിശും അതേപോലെ തന്നെ കൊടിമരത്തിൻ്റെ മുന്നിലുള്ള ആ വഴിയിലൂടെ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത്. ഞാനും മെഴുകുതിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. മനസ്സിലെ വിഷമവും കാര്യങ്ങളും പരാതികളും എല്ലാം പുണ്യാളനോട് പറഞ്ഞ് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിച്ചു. മെഴുകുതിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് ആ വഴി ആണ് നമുക്ക് അകത്തേക്ക് പോകാനുള്ളത്, പുണ്യാളനെ കാണാനായിട്ട്. എടത്വ പള്ളിയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം ആൾക്കൂട്ടവും തിരക്കും കാര്യങ്ങളും നേർച്ചകളും കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് തിരക്കുണ്ടായിരുന്നു. ഈ ഒരു വഴിയാണ് നമ്മൾ പുണ്യാളൻ്റെ അടുത്തോട്ട് പോകുന്നത്. അവിടെ മുന്നിലായിട്ട് നമുക്ക് രൂപങ്ങളൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ കൈയും കാലൊക്കെയുള്ള ചെറിയ രൂപങ്ങളാക്കി നമുക്കവിടെ പുണ്യാളൻ്റെ മുന്നിൽ കൊടുക്കാം. പുണ്യാളൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ മുൻപോട്ട് നടക്കുമ്പോൾ കുറച്ച് പൊരിയും അതേപോലെ തന്നെ പരലുപ്പും കുരുമുളകും പിന്നെ നമുക്ക് നൂലും കിട്ടും. ഇത്രയാണ് നമ്മുടെ പുണ്യാളൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന നേർച്ച പങ്ക്. ഇതും വാങ്ങിയിട്ട് നമുക്ക് മുൻപോട്ട് നടക്കാം. എനിക്ക് കിട്ടിയത് ഇത്രയാണ് കേട്ടോ. നമ്മൾ മുൻപോട്ട് നടക്കുമ്പം സൈഡിൽ കൂടെ പള്ളിയിലോട്ട് കയറുന്നൊരു വഴിയുണ്ട്. അവിടെ തമിഴ് ആരാധന നടക്കുമായിരുന്നു. മലയാളവും തമിഴും ഉണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പള്ളിക്കകത്ത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. പള്ളിയുടെ 4 സൈഡും തറയോടൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ക്ലോക്ക് റൂമും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മൾ മുൻപോട്ട് വരുമ്പോഴത്തേന് പുണ്യാളുടെ വലിയൊരു കൊടിമരം കാണാൻ പറ്റും. കൊടിമരത്തിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു കൽക്കുരിശും സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളിയുടെ മുൻവശത്തുള്ള കാഴ്ചകൾ ഇതാണ്. കൽക്കുരിശിൻ്റെ തൊട്ട് താഴെയായിട്ട് ചുടുകട്ടകൾ കാണാൻ പറ്റും. ചുടുകട്ടകൾ നേർച്ചയ്ക്കായിട്ട് ഇതേപോലെ കല്ലുകൾ പള്ളിക്ക് 3 വട്ടം ചുറ്റി വലം വച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുടുകെട്ട് കൂടാതെ മുത്തുക്കുട കാഴ്ചകളും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കൊടിമരത്തിൻ്റെ താഴെ ഒഴിക്കാനുള്ള എണ്ണകളാണ്. പല വിലയുടെ ഉണ്ട്. 50, 100. പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നതും എണ്ണ തന്നെയാണ്. അവിടുന്ന് കുറച്ച് എണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 കുപ്പി എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ചേട്ടനാണ് നമുക്ക് കൊടിമരത്തിൻ്റെ മുകളിലോട്ട് ആ എണ്ണ തൂവി തന്നത്. അതിൽ നിന്ന് കുറച്ച് ശേഖരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് വേദനയുള്ള സ്ഥലങ്ങളിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മാറുമെന്നാണ് വിശ്വാസം. അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആൾക്കാർ തലയിലും ദേഹത്തുമൊക്കെ എണ്ണകൾ തേക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജോർജ് ഫെറോന പള്ളി അഥവാ എടത്വ വലിയ പള്ളി സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട പള്ളിയാണ് എടത്വ. 1810 സ്ഥാപിതമായി. ചരിത്രമുറങ്ങുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ എടത്വ പള്ളി. അവിടുന്ന് മുൻപിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ പള്ളി വക ഒരു സ്റ്റോള് കാണുന്നത്. അതിമനോഹരമായിട്ട് കുറേ ശില്പങ്ങളും അതേപോലെ തന്നെ കൊന്തകമാലയും പുണ്യാളുടെ രൂപങ്ങളും എല്ലാം നിറഞ്ഞൊരു വിശാലമായൊരു സ്റ്റോർ ഹൗസാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. മുത്തുകുടകൾ നേർച്ചയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സൈഡിൽ മുന്നോട്ട് വരുമ്പോഴത്തേന് കുറേ സ്റ്റോളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ശുശ്രൂഷ സ്ഥലങ്ങളൊക്കെ മുൻപിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പള്ളിയുടെ ഒരു ചുറ്റുവട്ട കാഴ്ചകൾ. അവിടുന്ന് നമ്മൾ സൈഡിലോട്ട് ഉള്ളൊരു വഴിയിൽ പോകുമ്പോൾ നമുക്കൊരു മാതാവിൻ്റെ രൂപക്കൂട്ട് കാണാൻ പറ്റും. പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റിയ കുറച്ച് പച്ചപ്പുകളും അതെല്ലാം ഉൾക്കൊണ്ട ഒരു സ്ഥലമാണ്. അത് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഷാർക്ക് മീനാണ്. അത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി.
മാതാവിൻ്റെ രൂപം കൊണ്ട് തൊട്ട് താഴെ ചെറിയൊരു കുളമൊക്കെ ആയിട്ട് രാത്രിയിലത്തെ കാഴ്ച നല്ല ഭംഗി കാണുമായിരിക്കും. ലൈറ്റൊക്കെ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ട് നടക്കുമ്പോഴത്തേന് ചെറിയ ഒരു വലിയ അത്തിമരം കാണും. ഇത് അത്തിപ്പഴം തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം രൂപമൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ കുറേ കടകൾ കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് കാഴ്ചകളോടെ ഞാൻ കാണിച്ചു തരാം. കുറേ കളിപ്പാട്ടങ്ങൾ, കമ്മൽ, മാല, പ്ലാസ്റ്റിക് ഐറ്റം, ഗ്ലാസ് ഒക്കെയുള്ള പ്രത്യേകം കടകൾ നമുക്കവിടെ കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ വിത്തുകൾ ഒരു 3-4 ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കത്തി, പറയണ്ടല്ലോ ഒരു ഉത്സവപ്പറമ്പാകുമ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും കാണും. പിന്നെ കുറേ പലഹാരങ്ങളുണ്ട്, അത് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി പലഹാരക്കട ഉണ്ടായിരുന്നു. 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ പല വെറൈറ്റീസ് ഉള്ള പലഹാരം. പിന്നെ അടുത്ത ഒരു ചെറിയൊരു സ്റ്റോൾ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കടയാണ് ഇത് നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അത്ര മനോഹരമായിട്ട് ഓരോന്നും ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ടെഡി ബിയറാണ്. അപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളും, വീണ്ടും കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് പള്ളിയുടെ ഒരു ചുറ്റുപാടും. അങ്ങനെ ഇത് പമ്പയാറാണേ. പള്ളിയുടെ നേരെ മുന്നിൽ കാണുന്ന ഒരു പാലം കയറിയിട്ടാണ് നമ്മുടെ പള്ളിയുടെ അടുത്തേക്ക് വരുന്നത്. ഇത് പമ്പയാറാണ്. അങ്ങനെ ഈ ഒരു സൈഡിലൊരു ചെറിയ കടയിൽ നിന്ന് ഞങ്ങൾ നാരങ്ങകളിലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നാരങ്ങകളായിരുന്നു. അവിടെ തന്നെ ചെറിയൊരു ബോട്ട് പോലൊരു കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. അങ്ങനെ പള്ളിയുടെ ചുറ്റും ഒക്കെ ഉള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഒന്നും കൂടെ ഞാൻ ചുറ്റി കാണിച്ചു തരാം. അപ്പോൾ പുണ്യാളിനോടെല്ലാം പറഞ്ഞ് വീണ്ടും തിരിച്ചു വരാമെന്ന പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇതും വീണ്ടും മുൻപ് തിരിച്ച് റോഡിലോട്ട് പോകുന്ന വഴിക്കുള്ള കടകളാണ്. ഇതും നമ്മൾ ബസ്സിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് പമ്പയാറിൻ്റെ. ഇതൊരു കിടിലൻ സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് അടുത്ത് വന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച്. നല്ല ഫുഡായിരുന്നു. ചോറ്, അച്ചാർ, തോരൻ ഉണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, സാമ്പാർ, പച്ചമോരുണ്ടായിരുന്നു. നല്ലൊരു ഊണായിരുന്നു. അതിനുശേഷം നമ്മുടെ ട്രെയിൻ 3:30-ക്കായിരുന്നു, പരശുറാമായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ സമയം പോകാനായിട്ട് കണ്ണപ്പം മേടിച്ച് ഏണിയും പാമ്പും കൂടെ നമ്മൾ കളിച്ച് നൊസ്റ്റാൾജിക്കൊക്കെ അടിച്ചിരുന്ന് സമയമൊക്കെ കറക്റ്റ് സമയത്ത് അങ്ങ് പോയി. നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഞാൻ സ്റ്റേഷൻ എത്താറായപ്പം ഒരു ചെറിയ ഗ്ലാസ് ചായയും കൂടെ കുടിച്ച് എൻ്റെ യാത്ര ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയണം. എൻ്റെ കുഞ്ഞു യാത്രാ വീഡിയോകൾ വീണ്ടും വരുന്നുണ്ട്. അപ്പം ഇതുവരെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തേ പറ്റിയുള്ള ചരിത്രങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാവുന്ന ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ബൈ.